നമ്മുടെ റെസിഡന്റ് ഈവിൾ 9 ആയ ഫോട്ടോ എടുക്കുമ്പോ പറഞ്ഞിട്ട് വേണ്ടേ, ഫ്ലാഷ് അടിച്ചപ്പോ അറിയാതെ കണ്ണൊന്ന് ചെമ്മിപ്പോയി. റെസിഡന്റ് ഈവിൾ റെക്യൂം ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ മൾട്ടിപ്ലെയർ ഗെയിമാണ്. നമ്മുടെ റെസിഡന്റ് ഈവിൾ ഫ്രാഞ്ചൈസിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റിന് ടൈം എടുത്തിട്ടുള്ള ഗെയിമും കൂടെയാണ് റെസിഡന്റ് ഈവിൾ റെക്യൂം. ഈ ഗെയിമിനെ കുറിച്ചുള്ള റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് GTA 5 ഓൺലൈനിനെ പോലെ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു മൾട്ടിപ്ലെയർ ഗെയിം ആക്കാനുള്ള പ്ലാനിലാണ് നമ്മുടെ ക്യാപ്കോം ആണെന്നാണ് പറയുന്നത്. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക. ഈ ലോങ് ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും അപ്ഡേറ്റും പാച്ചസും മാത്രം വിട്ടിട്ട് നമ്മുടെ ക്യാപ്കോം ഈ ഗെയിമിൽ നിന്ന് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്നാണ് റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നാലും അങ്ങനെ ഒരു ചിന്ത ക്യാപ്കോമിനുണ്ടെങ്കിൽ അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ ഇവര് ക്ലാഷ് വയ്ക്കുന്നത് നമ്മുടെ GTA 6-നോടൊപ്പമായിരിക്കും. കാരണം നമ്മുടെ റെസിഡന്റ് ഈവിൾ റിലീസ് ആകാൻ പോകുന്നത് ഫെബ്രുവരി 27, 2026 നമ്മുടെ GTA 6 റിലീസ് ഡേറ്റ് മാറ്റിയില്ലെങ്കിൽ മെയ് 26, 2026 നമ്മുടെ GTA 6 റിലീസ് ഡേറ്റ്. ഏകദേശം 2 മാസം കഴിഞ്ഞിട്ടാണ് GTA 6 റിലീസ്. നേരത്തെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം സെയിൽസ് കൂട്ടാം എന്നായിരിക്കും ഇവന്മാര് വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും GTA 6 ഏകദേശം 10 വർഷമായിട്ട് ഡെവലപ്മെന്റ് നിൽക്കുന്ന ഒരു ഗെയിമാണ്. ഈ ഒരു ഗെയിം ഏകദേശം 7 അല്ലെങ്കിൽ 8 വർഷത്തോളം ഡെവലപ്മെന്റ് നിൽക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ മിക്കവാറും അവർ GTA 6-നായിരിക്കും ഏകദേശം ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്ത. ഇതേപോലെ ഹൈപ്പിന് വന്ന ഗെയിമെല്ലാം ലാസ്റ്റ് ഇട്ട പൈസ പോലും കിട്ടാതെ പോയിട്ടുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത് റൂമർ ആയതുകൊണ്ട് കാര്യമായിട്ട് എടുക്കണ്ട. ഈ ഒരു ഗെയിമിന്റെ അകത്ത് നമുക്ക് 2 തരം പെർസ്പെക്റ്റീവ് കൊണ്ടുവരും. ആദ്യത്തെ ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും, തേർഡ് പേഴ്സൺ ആയിട്ട് ഇതിൽ കളിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിൽ കളിക്കുന്നത് വെച്ചാൽ FBI ആയിട്ടുള്ള, അതായത് ഗ്രേസ് ആഷ്ക്രോഫ്റ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ടായിരിക്കും കളിക്കുന്നത്. അത് മാത്രമല്ല ഇത് ഒരു റക്കൂൺ സിറ്റീനെ കുറിച്ചുള്ള ഒരു റീസർഫസ്. അത് റക്കൂൺ സിറ്റീനെ തന്നെ കുറച്ചും കൂടെ എൻവയോൺമെന്റ് കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനും റൺവുഡ് ഹോട്ടലും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സിറ്റി ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത് റക്കൂൺ സിറ്റി. ആ ഒരു സിറ്റിയിലായിരിക്കും ഈ ഒരു കഥ ഫുൾ ആൻഡ് ഫുള്ളി നടക്കുന്നത്. ഇതൊരു ടാക്ടിക്കൽ സർവൈവൽ ഗെയിം ആയിരിക്കും. ഇതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളെ എനിമീസ് ഒക്കെ വരുമ്പോൾ നിങ്ങളെ വാളിൽ കൂടെയൊക്കെ നോക്കാനുള്ള സാധ്യത ഉണ്ട്. അതായത് നിങ്ങളുടെ മൂവ്മെന്റ്സ് ഒക്കെ അവർ അനലൈസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു തലത്തിൽ നിന്ന് നിങ്ങൾ ക്രൗച്ച് ചെയ്തിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഗ്ലാസ് ബോർഡിൽ എടുത്ത് പുറത്തിറങ്ങോ അല്ലെങ്കിൽ എവിടെങ്കിലും ഇറങ്ങി ചേട്ടാ ഈ ചെറുപഴം എന്താവല്ല അവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റും എന്ന തരത്തിലുള്ള കാര്യങ്ങളും ഇതിലുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ടോർച്ച് അല്ലെങ്കിൽ ലൈറ്റ് ഒക്കെ ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഇരുട്ടിലുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. പിന്നെ നമ്മുടെ റെസിഡന്റ് ഈവിലാണെങ്കിൽ കുറേ അധികം വൈറസ് ബാധിച്ചിട്ടുള്ള കുറേ അധികം ഏലിയൻസും മോൺസ്റ്റേഴ്സും ഉണ്ട്. ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചുവരിൽ നിന്ന് തല പുറത്തോട്ട് വരുന്നത്, സീലിംഗിൽ നിന്ന് ചാടി വരുന്നത്, ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. നമുക്ക് കുറെ കാര്യങ്ങൾ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യേണ്ടി വരും. റൂമിന്റെ താക്കോല്, പിന്നെ കുറെ അധികം ഹിഡൻ ഡീറ്റെയിലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, സ്റ്റോറി ലൈൻ ബേസ്ഡ് ചെയ്തിട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ വച്ചിരിക്കുന്ന ഒരു സാധനമായിരിക്കും ഇൻവെന്ററി. അപ്പം ആ ഒരു ഇൻവെന്ററിയിലായിരിക്കും നമുക്ക് കുറെ ഗ്ലാസ് ബോട്ടിലും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യേണ്ടി വരും. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ലൈറ്ററും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും. ഗണ്ണൊന്നും ഇല്ല ചേട്ടാ, ഗണ്ണ് നമുക്ക് പിസ്റ്റല്, ഷോർട്ട് ഗൺസ്, പിന്നെ റിവോൾവർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. ലോക്കറ്റ് ലോഞ്ചർ, AK-47, M4A1 ഗൺസും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഗ്രനേഡ് ലോഞ്ചേഴ്സും ഇതിൻ്റെ അകത്തുണ്ട്. ഇത് ധാരാളം മതി. പിന്നെ മാലി വെപ്പൺസ് എന്ന് പറയുമ്പോൾ ഈ കത്തി, വാള്, കോടാലി, ഇങ്ങനത്തെ പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ ഗൺസും ഇതിൻ്റെ അകത്തുണ്ടെന്നാണ് പറയുന്നത്. അതായത് സ്പെഷ്യൽ ഗൺസ് എന്നൊക്കെ പറയുമ്പോൾ ഫ്ലെയിം ത്രോവർ, തീയൊക്കെ നമുക്ക് കത്തിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് വെപ്പൺ ആണ്. ലേസർ കാനോൺസ്, ലേസറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്, അങ്ങനത്തെ വെപ്പൺസ്. പിന്നെ യുണീക്ക് ആയിട്ടുള്ള ഗെയിമിന് വേണ്ടി ഡിസൈൻ ചെയ്ത കുറെ വെപ്പൺസ് ഇതിൻ്റെ അകത്ത് കാണാം. പക്ഷേ ഇത് എത്ര ഉണ്ടെങ്കിലും നമുക്ക് എത്രത്തോളം ക്യാരി ചെയ്ത് നടക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പില്ല. മെയിൻലി ഇതിൽ 3 ടൈപ്പ് ഓഫ് വെപ്പൺസ്, ചിലപ്പോൾ ഒരു റൈഫിൽ, ഷോർട്ട് ഗണ്ണ്, പിസ്റ്റൽ, അങ്ങനത്തെ ഒരു 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെപ്പൺസ് മാത്രമേ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റൂ എന്നുള്ള ഒരു രീതിയിലേക്കായിരിക്കും. ബാക്കിയൊക്കെ മെഡിക്കിറ്റും ബാൻഡേജസ് അങ്ങനത്തെ കാര്യങ്ങളും ഗൺസും ഒക്കെ മാത്രമേ എടുക്കാൻ പറ്റൂ. ഇതൊരു സ്ട്രാറ്റജി ഗെയിമാണ്. റെസിഡന്റ് ഈവിൽ മാക്സിമം ഈ ഗെയിമിന് പ്ലേയേഴ്സിനെ ടഫ് ആക്കാനുള്ള ചാൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് വെപ്പൺസ് ക്യാരി ചെയ്യുന്ന പോലെയൊക്കെ വയ്ക്കാനുള്ള ചാൻസേ ഉള്ളൂ. പിന്നെ നമ്മൾ ഗൺ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ടാക്ടിക്കൽ ആയിട്ടുള്ള റീലോഡിങ് ആനിമേഷൻസ് ഒക്കെയാണ് ഉള്ളത്. കാരണം വെച്ചാൽ നമ്മൾ റെസിഡന്റ് ഈവിൽ റെക്യൂമിന്റെ ഗെയിം ഒഫീഷ്യൽ ഗെയിം ഓവർ റിവ്യൂവിൽ ക്യാരക്ടർ ആണെങ്കിൽ ഒരു കിടിലമായിട്ട്
ഗണ്ണിൻ്റെ ഒരു സ്റ്റെൽത്ത് ആനിമേഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പം അത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ റെസിഡൻറ്റ് ഈവിൽ 2 റെൻവുഡ് ഹോട്ടലുണ്ട്. അപ്പം അതേപോലെ ഒരു ഹോട്ടലാണെങ്കിൽ ഇവിടെ നമ്മുടെ റെസിഡൻറ്റ് ഈവിൽ 9 ട്രെയിലറിൽ പൊട്ടിച്ചതറി കിടക്കുകയാണ്. അതായത് റെസിഡൻറ്റ് ഈവിലുള്ള ഉണ്ടായിരുന്ന മറ്റ് പോലീസ് സ്റ്റേഷനും പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആ ഒരു യൂണിവേഴ്സിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഏകദേശം ഇതൊരു ഔട്ട് ബ്രേക്കിൻ്റെ സീക്വലായിട്ട് വരാനുള്ള ചാൻസസ് ആണ് കൂടുതലും കാണുന്നത്. പിന്നെ നമ്മുടെ ഗെയിം പ്ലേ ഫുട്ടേജ് ഒക്കെ നോക്കുമ്പം നമ്മുടെ ക്യാരക്ടർ ആണെങ്കിൽ മിന്നലടിക്കുമ്പോൾ പേടിക്കുന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ പേടിക്കലടാ. ഇത് നോർമലി നമ്മളൊരു ഹൊറർ ഗെയിംസിൽ ഞാൻ അധികം അങ്ങ് കണ്ടിട്ടില്ല. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റെസിഡൻറ്റ് ഈവിൽ ഫാൻസിന് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞുപോയ റെസിഡൻറ്റ് ഈവിൽ അതായത് 2023 24 റിലീസായിട്ടുള്ള റെസിഡൻറ്റ് ഈവിൽ ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു ഗെയിമുമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എലീസ ആഷ്ക്രോഫ്റ്റ്. നിന്നെ ആർക്ക് വേണം? അപ്പം ഈ ഒരു ക്യാരക്ടർ ആണെങ്കിൽ നമുക്ക് റെസിഡൻറ്റ് ഈവിൽ റെക്യൂമിലും വന്നിട്ടുണ്ട്. ആ ഒരു ഗെയിമിലുള്ള കണക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം രണ്ടും ഒരു സെയിം ടൈം ലൈൻ ആയിരിക്കും. ചിലപ്പം ഒരു ക്യാമിയോ റോളിലായിരിക്കും കൊണ്ടുവന്നതെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ സീക്വലായിരിക്കും, ഒരു സീക്വലായിട്ടായിരിക്കും ഈ ഒരു ഗെയിമും ഉണ്ടാകുന്നത്. എലീസ ആഷ്ക്രോഫ്റ്റ് എന്ന് പറയുന്നത് ഗ്രേസ് ആഷ്ക്രോഫ്റ്റിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടും ഒരേ പേരാണ്. ഫെബ്രുവരി 27, 2026 ഈ ഗെയിം PS5-നും എക്സ്ബോക്സ് സീരീസ് X'ും S'നും പിന്നെ PC-ക്കും ഒക്കെ ഈ ഒരു ഗെയിം വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം. சிரிக்கிற சிரிப்புக்கு அவதான் காரணமா?